ഹലോ, എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുറ്റിക്കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക്, നമ്മുടെ ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മുത്തെന്ന് തന്നെ പറയുന്ന നമ്മുടെ കുരുമുളകിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും, കുറച്ച് സ്ഥലം, ഒരു 2 സെൻറ്റ് സ്ഥലം ഉള്ളവർക്കാണെങ്കിൽ പോലും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമ്മുടെ കുരുമുളക്. പണ്ടൊക്കെ അടയ്ക്കാമരം അല്ലെങ്കിൽ വലിയ മരങ്ങൾ, തേക്ക് അല്ലെങ്കിൽ പൊക്കം വയ്ക്കുന്ന മരങ്ങളിലൊക്കെ ആയിരുന്നു നമ്മുടെ ഈ കുരുമുളക് പിടിപ്പിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കേരളത്തിൻ്റെ കറുത്ത മുത്തായ നമ്മുടെ കുരുമുളകിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുള്ള 2 കുരുമുളകാണ്, കുറ്റിക്കുരുമുളകാണ്. ഇതിൽ 2ലും നല്ല അസാധ്യമായിട്ട് കായ വരുന്നുണ്ട്, അല്ലെങ്കിൽ കുരുമുളക് പിടിക്കുന്നുണ്ട്, നന്നായിട്ട് തിരി വീഴുന്നുണ്ട്. ഓരോ ഇലയ്ക്കും ഓരോ തിരി വീതം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കുരുമുളകും കിട്ടുന്നുണ്ട്. വീട്ടിലേക്കുള്ളൊരു ആവശ്യത്തിന് അത്യാവശ്യമായിട്ട് നമുക്ക് 2 ചെടി ആവശ്യമാണ്. അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ് കുറ്റിക്കുരുമുളക്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ഒരു കുറ്റിക്കുരുമുളക് നടുന്നത് തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു കുറ്റിക്കുരുമുളകിൻ്റെ ഒരു തൈയാണ്. തൈ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊരു 2-3 ശാഖകളൊക്കെ ഉള്ള അത്യാവശ്യം പുതിയ തലപ്പുകളൊക്കെ വന്നിട്ടുള്ള ഒരു മുളക് ചെടിയാണ്. അപ്പോൾ ഇനി ഞാനിതൊന്ന് പോട്ട് ചെയ്ത് കാണിക്കാം. പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ പറമ്പിലുള്ള സാധാരണ മണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 8 ഇഞ്ച് വലിപ്പമുള്ള വലിയൊരു ചട്ടിയാണ് എടുക്കുന്നത്. നമുക്ക് കുരുമുളക് ചട്ടിയിലും ഇന്ന് സുലഭമായിട്ട് കൃഷി ചെയ്ത് വാണിജ്യാടിസ്ഥാനത്തിലും ഈ ഒരു കുറ്റിക്കുരുമുളക് കൃഷി ചെയ്ത് വിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചട്ടിയിൽ തന്നെ ഇത് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചകിരിച്ചോറാണ്. ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിൽ നിറയെ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാണകപ്പൊടിയാണ് വേണ്ടത്. ചാണകപ്പൊടി ഞാൻ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു കരണ്ടിയാണ്. അതിന് ഒരു 2 കരണ്ടി ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇത് നമ്മുടെ മിക്സായിട്ടുള്ള കമ്പോസ്റ്റാണ്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, സ്യൂഡോമോണസ് എല്ലാം കൂടെ മിക്സായിട്ടുള്ള, കുമ്മായം എല്ലാം കൂടെ മിക്സായിട്ടുള്ള, കുമ്മായമില്ല, സ്യൂഡോമോണസ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ മണ്ണിര കമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സായിട്ടുള്ളതാണ്. അത് ഞാനൊരു 2-2.5 കരണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചേർക്കുന്നത് കുമ്മായമാണ്. കുമ്മായം മണ്ണിൻ്റെ pH വളരെ നല്ലതാണ്. അതൊരു കുറച്ചൊരു അളവിൽ നിന്ന് വിതറി കൊടുക്കുക. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിങ്ങനെ ചെയ്തത് സക്സസ് ആയിട്ടുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ചട്ടിയിൽ അത്യാവശ്യം നല്ല ഹോളുകളൊക്കെ ഉള്ളൊരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചിലയായാലും കുഴപ്പമില്ല, കരിയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലത്. ഇത് നമ്മുടെ ഇവിടെ അബിയൂൻ്റെ ഇലയാണ് കേട്ടോ. നന്നായിട്ട് നീർവാഴ്ച ഉണ്ടാവണം, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓടിൻ്റെ കഷ്ണം വയ്ക്കാം, അല്ലെങ്കിൽ തൊണ്ടിൻ്റെ പീസായാലും വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊരു ലെയർ താഴേക്ക് നിറച്ച് കൊടുക്കാം. മണൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ നമ്മൾ മണൽ ശേഖരിക്കുന്നതായിരിക്കും നല്ലതാണ്. നമ്മുടെ വീടിൻ്റെ കാലാവസ്ഥയുമായിട്ട് ചേർന്ന്, അല്ലെങ്കിൽ ആ ചെടി നിൽക്കുന്ന കാലാവസ്ഥയുമായിട്ട് ഒത്തുപോകത്തക്ക രീതിയിലുള്ള ഇതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പുറത്തുനിന്നോ ദൂരത്തുനിന്നോ ഒന്നും കൊണ്ടുപോകുന്നത് പെട്ടെന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു അളവിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. വീഡിയോ എടുക്കാൻ ഇന്ന് ഞാൻ തനിച്ചേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ചെടി വെച്ചു, അല്ലെങ്കിൽ പിടിച്ചു തരാനായിട്ട് ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഞാനൊരു പൈപ്പ് കൂടി, ഒരു PVC പൈപ്പ് കൂടി, ഓസ് കൂടി വെച്ചിട്ടുണ്ട്. അതിനൊരു സപ്പോർട്ട് കൊടുക്കണം നമ്മളെപ്പോഴും കുരുമുളക് തടുമ്പോൾ. ഇനി നമ്മൾ ആ മണ്ണ് കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ശിഖരം ഉണ്ടായിരുന്നു കേട്ടോ, ഇതിങ്ങനെ ഒടിഞ്ഞു വന്നു. അപ്പോൾ ഞാനത് പ്രൊപ്പഗേഷൻ്റെ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് കൂടി കാണിക്കാനായിട്ടായിരുന്നു ഇരുന്നത്.
അപ്പോൾ ഇത് ഒടിഞ്ഞു പോയി, ഓൾറെഡി ഒടിഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തലപ്പ് വരുന്ന ഭാഗം, ഈ ഒരു മുട്ട് വരുന്ന ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഒടിച്ചെടുത്തിട്ട് അത് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈയാവും. നമുക്ക് പരീക്ഷണാർത്ഥം ഇവിടെ തന്നെ ഒന്ന് കുത്തി വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 2 ആഴ്ച ഒന്ന് തണലത്ത് തന്നെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ വേരൊന്ന് പിടുത്തം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ. കുരുമുളക് ചെടിക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് വെയിലത്തേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ. ഇവിടെ നമ്മുടെ ചാമ്പയുടെ തൊട്ട് താഴെയായിട്ടൊരു തണൽ കിട്ടുന്ന ഏരിയയാണ്, അവിടെയാണ് ഞാനത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വെള്ളം നനച്ച് കൊടുക്കരുത്, എന്നാലും ചെവിട് ഉണങ്ങാത്ത രീതിയിൽ നമ്മൾ നനച്ച് കൊടുക്കുകയും വേണം. 2 ആഴ്ച കഴിയുമ്പോൾ നമുക്കിതിനെ വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എൻ്റെ വലിയ ചെടിക്ക് വളം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെടിക്ക് ഞാൻ ഈ ഒരു കരണ്ടി നിറയെ ചാണകപ്പൊടി എടുക്കും, അതുപോലെ തന്നെ ഒരു കരണ്ടി കമ്പോസ്റ്റും എടുക്കും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് 2 ചെടിക്കും ഞാൻ കൊടുക്കാറുള്ളത്. ഇതാണ് എൻ്റെ കുറ്റിക്കുരുമുളകിൻ്റെ വലിയ 2 തൈ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ചെറിയ കുരുമുളക് വീണിട്ടുണ്ട്. ദേ എപ്പോഴും നമ്മൾ നടുമ്പോൾ ഈ ഒരു ബഡ് ചെയ്തിരിക്കുന്ന ഭാഗം എപ്പോഴും ഇതിൻ്റെ മുകളിലായിരിക്കണം വരേണ്ടത്. ഇതൊരിക്കലും നമ്മൾ മണ്ണിൻ്റെ അടിയിലാക്കരുത്, ഒരിക്കലും നമുക്ക് വിളവ് കിട്ടില്ല. ഇതേ കണ്ടോ, ഇവിടെ പുതിയ ശിഖരം വന്നിട്ടുണ്ട്, പുതിയ തിരി വീഴുന്നു കണ്ടോ, എല്ലാ ഇലയിലും ഓരോ തിരി വീതം വരുന്നുണ്ട്. ഇത് നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇതിൽ നിറയെ തിരി വീണ മുളകായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ചുവട്ടിൽ കറക്റ്റായിട്ട് കളയൊക്കെ ഒന്ന് നമ്മൾ പറിച്ചു കൊടുക്കണം. മണ്ണ് നമ്മൾ എപ്പോഴും ഒന്ന് ഇതിൻ്റെ ഇളക്കി കൊടുക്കണം. വായു സഞ്ചാരം എപ്പോഴും അത്യാവശ്യമാണ്. നന്നായിട്ടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മളിതിനെ വയ്ക്കാനായിട്ട്. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വളം ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ അടുപ്പിച്ചിട്ട് കൊടുക്കാതെ നമ്മൾ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടിത് നനച്ചു കൂടി കൊടുക്കേണ്ടതായിട്ടാണ് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചൂട് കൂടിയിട്ട് ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ഒരു തൈ വാങ്ങിയത് 150 രൂപയ്ക്കാണ് കേട്ടോ. വാങ്ങിയപ്പോൾ ഏകദേശം ഇത്രയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നു, നിറയെ തിരി വീഴുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സപ്പോർട്ടായിട്ടൊരു കമ്പ് കൂടി ഒക്കെ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചക്കുരുമുളക് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ മീൻ വറുക്കാനോ അല്ലെങ്കിൽ പച്ചക്കുരുമുളക് അരച്ച് കറി വെക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് അടിപൊളിയായിട്ട് വെച്ച് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ കുരുമുളകിന്, പച്ചക്കുരുമുളകിന്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തന്നെ പിടിപ്പിച്ചെടുക്കുന്ന കുരുമുളക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ ടെറസിലൊക്കെ വ്യാപകമായിട്ട് ഇന്നിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ നിറയെ അടിങ്ങിയാണ് കുരുമുളക് പിടിച്ചിട്ടുള്ളത്. നല്ല എരിവാണ് കേട്ടോ, ഞങ്ങളിത് യൂസ് ചെയ്യാറുണ്ട്. നല്ല എരിവാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് മാസത്തിൽ 3 തവണയാണ് ഞാൻ വളം കൊടുക്കാറുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ 2 കിളുത്ത് വരുന്നുണ്ട്. ഇത് ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഞാൻ വെച്ച സമയത്ത് പ്ലാന്റ് ഒരു കുരുമുളക് പോലും പിടിക്കാതെ പ്ലാന്റ് നശിച്ചു പോവുകയാണ് ചെയ്തത്. വീണ്ടും വാങ്ങി വെച്ച് അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇപ്പോൾ കുരുമുളക് പിടിക്കാൻ തുടങ്ങിയത്. നല്ല രീതിയിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മരം നമുക്കൊരു 3 വർഷം നമ്മുടെ വീട്ടിൽ നിൽക്കുമെന്നാണ് ഇത് തന്നവർ പറഞ്ഞത്. ഇത് നമുക്ക് കൊണ്ടുവന്ന് തന്നത് അവർ വീട്ടിൽ തന്നെ വെട്ടി പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒരു കുരുമുളകെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. നല്ലതാണ്. നമുക്കൊരു മാനസിക സന്തോഷം കൂടിയാണ്. നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിലെ കുരുമുളകൊക്കെ കറിക്കായാലും എന്തിനായാലും ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു പച്ചമുളകാണെങ്കിൽ പോലും നമുക്കതൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.